ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയെ അഴിമതി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് ആർ വാര്യർ ഇടപെട്ട ഫെമ കേസുകൾ വിജിലൻസ് വിശദമായി പരിശോധിക്കുകയാണ്. ഇയാൾ ഇഡി ഓഫീസിലെ സ്ഥിരം സന്ദർശകനായിരുന്നു എന്ന കണ്ടെത്തലിലേക്കും വിജിലൻസ് എത്തിയിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ശേഖർ കുമാറിന്റെ പങ്കിനെക്കുറിച്ച് വിവരം ലഭിക്കുമെന്നുള്ളതുമാണ് വിജിലൻസിന്റെ പ്രതീക്ഷ ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. അതായത് വിജിലൻസ് കൂടുതൽ പരിശോധന ഇഡിക്കാർ, അതായത് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിനുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ കറപ്റ്റഡ് ആയിരിക്കുന്നത്, അഴിമതിയുടെ കറ പുരണ്ടിരിക്കുന്നത്. അവിടെയാണ് വിജിലൻസിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജിലൻസ് പരിശോധന നടക്കുകയാണ്. ബിനിലാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ബിനിൽ, ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടന്നിട്ടുണ്ട്. ഇഡിയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ പലവിധ സംശയങ്ങളും നേരത്തെ ഉയർന്നതിനെ കുറിച്ച് ഇന്നലെ ബിനിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് ആർ വാര്യർ സ്ഥിരം ഇഡി ഓഫീസിലെ സന്ദർശകനാണ് എന്നടക്കം എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് അന്വേഷണത്തിന്റെ ഭാഗമായി വ്യക്തമാകുന്നത്? പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഈ രഞ്ജിത്ത് ആർ വാര്യർ അടക്കമുള്ളവരുടെ അറസ്റ്റിലേക്ക് പോയത്. ഇതിൽ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിന്റെ ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെ തന്നെയായിരുന്നു വിജിലൻസ് സംഘം ഉണ്ടായിരുന്നത്. പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചു, തെളിവുകൾ ശേഖരിച്ചു. അതിനുശേഷമാണ് ഈ 3 പേരുടെയും അറസ്റ്റിലേക്ക് പോയത്. രഞ്ജിത്ത് വാര്യർക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുള്ളത് എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ പല പരാതിക്കാരെയും വിളിച്ചു വരുത്തുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ രഞ്ജിത്ത് വഴി പുറത്തേക്ക് വരികയും ആ രഞ്ജിത്തിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചിരുന്ന വിൽസൺ വർഗീസും അതോടൊപ്പം തന്നെ മുകേഷും ഇവർ ആണ് പിന്നീട് കൂടുതൽ ഈ ഇടപാടുകാരുമായി ബന്ധപ്പെട്ടിരുന്നത് എന്നതാണ് വിജിലൻസിന് കിട്ടിയിരിക്കുന്ന തെളിവുകളും അതോടൊപ്പം തന്നെ മൊഴികളും. ഇപ്പോൾ ഈ 3 പ്രതികളെയും, അതായത് രഞ്ജിത്ത് ആർ വാര്യരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അറസ്റ്റ് ചെയ്ത വിൽസൺ വർഗീസിനെയും മുകേഷിനെയും വിജിലൻസ് ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇനി വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് കടക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാർ ഇപ്പോൾ ഈ കേസിലെ 1ാം പ്രതിയാണെങ്കിൽ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ പണമിടപാടിലും അഴിമതിയിലും പങ്കുണ്ട് എന്ന രീതിയിലേക്കാണ് വിജിലൻസിന് മൊഴികൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കിയെടുക്കുക എന്നതാണ് പ്രധാനം. കാരണം ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചെടുക്കുക എന്നതിലേക്കാണ് ഇപ്പോൾ വിജിലൻസ് കടന്നിരിക്കുന്നത്. അപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന്, അതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, ഇപ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയങ്ങളിൽ ഒരു ആഭ്യന്തര അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ ഇഡി അന്വേഷിക്കുകയാണ്. അതിനിടയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിൽ വലിയ അഴിമതി നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഈ അഴിമതി കേസിൽ പ്രതിയാകുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതിക്കൂട്ടിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അഴിമതിക്കാരാര്, അതിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതൊക്കെ അറിയാനായിട്ട് ഇഡി തന്നെ ഒരു ആഭ്യന്തര അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും നമുക്ക് പല കോണുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിരവധി പേർ ഇത്തരത്തിൽ പരാതികളുമായി രംഗത്ത് വരികയാണ്. ഈ അറസ്റ്റോടുകൂടി ഇന്നലെ തന്നെ വിജിലൻസ് ഓഫീസിലേക്ക് നിരവധി പേർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പരാതിയിൽ നിൽക്കില്ല കാര്യങ്ങൾ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നത് പലരും ഈ കള്ളപ്പണ ഇടപാടുകളുമൊക്കെ ബന്ധപ്പെട്ട കേസുകളാണ്. അതുകൊണ്ട് തന്നെ അവർ പലരും കൃത്യമായി മൊഴികൾ നൽകാൻ തയ്യാറാകുന്നില്ല. അവരുടെ ഈ ഇടപാടുകൾ, അവരെല്ലാവരും വ്യവസായികളൊക്കെ തന്നെയാണ്, പലരും വലിയ കച്ചവടമൊക്കെ നടത്തുന്നവരാണ്. അവർക്ക് ഈ എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തിൽ വന്ന് പറയാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏജൻസികൾക്ക് മുന്നിൽ പരാതികളുമായിട്ട് പോകാനോ കഴിയാത്തവരുണ്ട്. അത്തരം അവസരം മുതലെടുത്തുകൊണ്ടുള്ള വലിയ തട്ടിപ്പ് ഈ ഇഡി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശ്വാസ്യത തകർന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അല്പം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു കേസായി ഇത് മാറുകയാണ്.